സ്ഥാനാർത്ഥി പോളിംഗ് വിജയത്തെ കുറിച്ച് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന ഘടകം. അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഒരു മതേതരത്വ മനോഭാവത്തോടുകൂടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്ര വലിയ ഭൂരിപക്ഷം. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന വലിയ വിജയം ജനങ്ങൾ തന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലൂടെ കടുത്തുരുത്തിക്ക് കൂടുതൽ നന്മയുണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ്. UDF ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനം പോലെ തന്നെ ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങൾ സഹകരിച്ചതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നൊരു സംശയമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിലൊന്നായി കടുത്തുരുത്തി മണ്ഡലത്തിൽ മാറ്റിയത് MLA എന്ന നിലയിൽ അക്കാര്യത്തിൽ വഹിച്ച പങ്ക് ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. LDF പറഞ്ഞത് ഈ നേട്ടങ്ങളെല്ലാം LDFിൻ്റെ നേട്ടങ്ങളാണ്, അതുകൊണ്ട് തന്നെ LDF ജയിക്കട്ടെ, UDFിനെ ജയിക്കാൻ സാധ്യതയില്ല എന്ന നിലയിലേക്കാണ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ആക്രമണം. പക്ഷേ ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിന് വേണ്ടി, കടുത്തുരുത്തി മണ്ഡലത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ വിശ്വാസം ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് അവർ ആ നിലയിൽ പ്രതികരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വലിയ കള്ളപ്രചാര വേലകൾ UDFിനെതിരായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ LDF അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. സത്യവിരുദ്ധമായ കാര്യങ്ങൾ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നടത്തിയ നീചമായ ശ്രമങ്ങൾ, രാഷ്ട്രീയത്തിൽ ഒരിക്കലും ആരും ചെയ്യാത്ത നീചമായ കാര്യങ്ങൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ വ്യാജ നോട്ടീസിലൂടെ അടിച്ചിറക്കി കള്ളപ്രചാര വേലകളാണ് ഏറ്റവും മുഖ്യമായ തെരഞ്ഞെടുപ്പ് അജണ്ടയായി കടുത്തുരുത്തി മണ്ഡലത്തിൽ LDF സ്വീകരിച്ചത് എന്നുള്ളത് നിർഭാഗ്യകരമാണ് എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു. ജനങ്ങൾ ഈ കള്ളപ്രചാര വേലകളെ, ഈ സത്യവിരുദ്ധമായ കാര്യങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, രാഷ്ട്രീയ അധാർമികതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് LDF നടത്തിയ കുപ്രചരണങ്ങൾ, ഇതൊന്നും വിലപ്പോകാതെ പോയത് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പൊതുജീവിതം സത്യസന്ധമായി മാത്രമാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ഞാൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അഴിമതിയുടെ കറ പുരളാതെ ഈ നിമിഷം വരെ മുന്നോട്ട് പോയി എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യമാണ്. LDF അഴിമതിയുടെ പേരിൽ ക്രൂശിക്കാൻ ശ്രമിച്ചു, ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നടത്തിയ നീചമായ പ്രചരണങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുൻപിൽ വിലപ്പോകാതെ പോയത് ജനങ്ങൾ അക്കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചു. അപ്പം ഇത്തരത്തിൽ LDF നടത്തിയ നീചമായ കള്ളപ്രചാര വേലകൾക്ക് കൊടുത്ത ചുട്ട മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം. അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്, UDFിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി കാണിച്ച വലിയ സ്നേഹത്തിന് ജനങ്ങളോട് മുഴുവൻ നന്ദി പറയുകയാണ്. ആദരണീയനായ KM മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പരിശ്രമങ്ങൾ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ബഹുമാന്യനായ KM മാണി സാറിൻ്റെ നേതൃത്വത്തിലുള്ള സഹായകരമായ പ്രവർത്തനങ്ങൾ, ബഹുമാന്യനായ UDFിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF സംവിധാനമാകമാനം ചെയ്തിട്ടുള്ള സഹായങ്ങൾ, കോട്ടയം ജില്ലയിൽ UDFിൻ്റെ ചെയർമാനായ പ്രിയപ്പെട്ട EJ സാർ അടക്കം എല്ലാ നേതാക്കന്മാരും, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ UDFിൻ്റെ ചെയർമാൻ ശ്രീ VM പോളും കൺവീനർ സക്രിയാസ് കുതിരവേലിയും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും, UDFിൻ്റെ നിരവധി മുഴുവൻ നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളൊരു എല്ലാവരും സ്ഥാനാർത്ഥി എന്നതുപോലെയാണ് പ്രവർത്തിച്ചത്. അങ്ങനെ നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ്. ജനങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് അവരോട് ഇരട്ടി ആത്മാർത്ഥതയോടുകൂടി നന്ദി കാണിക്കുന്നത് പ്രവർത്തനങ്ങളിലൂടെ. തീർച്ചയായും ജനങ്ങളോട് 100% ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോട് തുടർന്നും പ്രവർത്തിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുകയാണ്. ഈ കള്ളപ്രചാര വേലകൾക്കിടയിൽ നിങ്ങൾ സംരക്ഷിച്ചത്, ഇത്രയും വലിയ ആക്രമണം നടത്തിയപ്പോൾ, വ്യക്തിഹത്യ നടത്തി ആക്രമണം നടത്തിയപ്പോൾ നിങ്ങളും അതിന് സത്യം മനസ്സിലാക്കി അതൊക്കെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നതിന് മാധ്യമ സുഹൃത്തുക്കളോടും പ്രത്യേകമായി എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ ഏറ്റവും പ്രധാന UDFിൻ്റെ സഹപ്രവർത്തകർ, അവരാണ് കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്, അവരൊറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു.